പരിധിവരെ കുറച്ചാൽ നമുക്കത് തടയാവുന്നതാണ്. പിന്നെ പാരമ്പര്യമായി പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇങ്ങനെ നമ്മുടെ പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു പരിപാടിയാണ് കേളികൂട്ടിലെടുത്തത്. കാണാം പാൻക്രിയാസ്. നമസ്കാരം. പാൻക്രിയാസ് പുതിയ ലക്കത്തിലേക്ക് കേളികൊട്ട് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം പ്രേക്ഷകരുടെ കത്തുകൾ, ഇമെയിലുകൾ ഇതൊക്കെ വായിച്ച ശേഷം എടുത്തൊരു തീരുമാനപ്രകാരമാണ് ഇൻസുലിൻ ഇഞ്ചക്ഷനുകളെ കുറിച്ചാണ്. വളരെ സാധാരണക്കാരന് പോലും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്, നമുക്ക് പ്രമേഹ രോഗമുണ്ടായെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ ആവശ്യമാണോ അല്ലയോ എന്ന്. ഞാൻ കഴിഞ്ഞൊരു 8-10 വർഷങ്ങളായിട്ട് പ്രമേഹ രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഓരോ കാലഘട്ടത്തിലും വരുന്ന വ്യതിയാനങ്ങൾ ഈയിടെ കൂടുതൽ മനസ്സിലാക്കി വരുന്നുണ്ട്. ഉദാഹരണത്തിന്, പണ്ടൊക്കെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുവാൻ പറയുമ്പോൾ ഭയന്ന് ഓടുന്ന രോഗികൾക്ക് പകരം ഇപ്പോൾ മിക്കവാറും രോഗികൾ ഡോക്ടർമാരോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ, എനിക്ക് പ്രമേഹം വന്നിട്ട് 5 വർഷങ്ങളായി, ഇഞ്ചക്ഷൻ തുടങ്ങുവാൻ സമയമായോ? ഞാൻ കഴിഞ്ഞ ദിവസം വളരെ സീനിയറായിട്ടുള്ള ഒരു ഡോക്ടറെ രോഗിയായിട്ട് കണ്ടു. അദ്ദേഹത്തിന് ഡയബറ്റീസ് കണ്ടുപിടിച്ചത് അന്നേ ദിവസം തന്നെയാണ്, അന്നേ ദിവസം രാവിലെയാണ്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്, ഞാൻ ഡോക്ടറെ കാണാൻ വന്നത് എനിക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ തരാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഏവർക്കും തോന്നാം, പ്രമേഹത്തിന് ഏറ്റവും നല്ല ചികിത്സ ഗുളികകളാണോ അതോ ഇഞ്ചക്ഷനാണോ? ഒരു വാചകത്തിൽ മറുപടി പറയുവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു വാചകത്തിൽ പറയുകയാണെങ്കിൽ പ്രമേഹത്തിന് വളരെ നല്ല ഒരു ചികിത്സ തന്നെയാണ് ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ. പക്ഷെ എല്ലാവർക്കും എപ്പോഴും ഇഞ്ചക്ഷനുകൾ ആവശ്യമില്ല. പക്ഷെ ചില ഡയബറ്റീസ് രോഗികൾക്ക്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കും മറ്റും പ്രമേഹം വരുമ്പോൾ ഗുളികകളിൽ ഒരിക്കലും പരീക്ഷിക്കാതെ ഇഞ്ചക്ഷനുകൾ തന്നെ കൊടുക്കണം. മുതിർന്നവർക്ക് പ്രമേഹം വരുമ്പോൾ ചിലപ്പോൾ അത് കണ്ടുപിടിക്കുന്ന വേളയിൽ 2-3 മാസങ്ങൾ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. അത് ഡോക്ടറുടെ നിർദ്ദേശം എന്താണോ അത് അതുപോലെ തന്നെ പരിപാലിക്കുക. അല്ലാതെ ചില ഘട്ടത്തിൽ പ്രമേഹം കൂടുന്ന അവസരത്തിലോ, കൈകാലുകളിൽ പെരുപ്പ് വരുന്ന അവസരത്തിലോ, ഉദ്ധാനശക്തി നഷ്ടപ്പെടുന്ന അവസരത്തിലോ, ഹൃദ്രോഗം വരുന്ന അവസരത്തിലോ, കണ്ണിലെ റെറ്റിനയെ പ്രമേഹം ബാധിക്കുന്ന അവസരത്തിലോ ഇഞ്ചക്ഷനുകൾ തുടങ്ങേണ്ടി വരും. ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ തുടങ്ങിയാൽ നമുക്ക് അത് ജീവിതകാലം മുഴുവൻ തുടരേണ്ടി വരുമോ എന്നൊരാശങ്കയ്ക്ക് വകയില്ല. അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. ഇഞ്ചക്ഷനുകൾ ആരംഭത്തിലേ തുടങ്ങുകയാണ് എങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നിർത്തുവാൻ കഴിയും. അവസാന ശ്രമം എന്ന നിലയിൽ ബ്ലഡ് ഷുഗർക്ക് ഒരുപാട് കൂടിയ ശേഷമാണ് ഇഞ്ചക്ഷനുകൾ തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ നിർത്താനേ സാധിക്കില്ല. ഇൻസുലിൻ ഇഞ്ചക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഇഞ്ചക്ഷനുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. പഴയ അനിമൽ ഇൻസുലിൻസ് ഉണ്ട്, നമുക്ക് പിന്നീട് വന്ന ഹ്യൂമൻ ഇൻസുലിൻസ് ഉണ്ട്. അതിനേക്കാളും പുതിയതായിട്ടുള്ള ഈയിടെ പുറത്തിറങ്ങിയ അനലോഗ് ഇൻസുലിൻസ് ഉണ്ട്. ഓരോ ഇൻസുലിനും അതിൻ്റെതായ ഗുണഗണങ്ങളും ഉണ്ട്. നമുക്ക് ഞങ്ങളുടെ തന്നെ ഡയാബ്സ്കിലിൻ കേരള പി കേശവദേവ് ട്രസ്റ്റിൻ്റെതായിട്ടുള്ളൊരു പ്രോജക്റ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 250-ലധികം പരിശോധന ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമായത്, ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ എടുക്കുന്ന രോഗികൾക്കാണെങ്കിൽ പോലും ബ്ലഡ് ഷുഗറിന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇഞ്ചക്ഷനുകൾ, ഇവിടെ കുറേ ഇഞ്ചക്ഷൻസ് ഇരിക്കുകയാണ്. ഇഞ്ചക്ഷനുകൾ എടുക്കുന്നത് കൊണ്ട് മാത്രമായില്ല, നമുക്ക് ഈ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാര രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ നോക്കുമ്പോൾ അത് നോർമലായിരിക്കണം. അങ്ങനെ നോർമൽ അല്ല എങ്കിൽ ഈ ഇഞ്ചക്ഷൻസ് എടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഡയബറ്റീസ് ചികിത്സയുടെ ഒരു പരാജയമായിട്ട് പറയപ്പെടുന്നത് ഇഞ്ചക്ഷൻസ് ആണെങ്കിലും ഗുളികകളാണെങ്കിലും അതെടുക്കുമ്പോൾ നോർമൽ അല്ല ബ്ലഡ് ഷുഗർ എങ്കിൽ ഈ ഇഞ്ചക്ഷൻസ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ കാണുന്നത് ഒരു സാധാരണ ഇൻസുലിനാണ്, ഇൻസുലിൻ. ഇതിന് ശരാശരി വില കുറവാണ്, ഏകദേശം 130 രൂപയ്ക്കേ ഉള്ളൂ ഈ ഒരു ഇഞ്ചക്ഷന്. ഈ ഇഞ്ചക്ഷൻ രാവിലെ വൈകിട്ടും എടുക്കണം. ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ആഹാരത്തിന് ഏകദേശം അരമണിക്കൂറിന് മുമ്പായിട്ടാണ് ഇത്തരം ഹ്യൂമൻ ഇൻസുലിൻസ് എടുക്കേണ്ടത്. ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ധാരാളം രോഗികൾ ആഹാരത്തിന് ശേഷം എടുക്കാറുണ്ട്. അതാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എടുത്തിട്ടും പഞ്ചസാര പെട്ടെന്ന് കുറഞ്ഞു പോവുകയും അല്ലെങ്കിൽ കൂടിത്തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലെ പ്രധാന രഹസ്യം. ഇഞ്ചക്ഷൻസ് ആഹാരത്തിന് മുമ്പ് എടുക്കുമ്പോൾ, അതായത് ഇതൊക്കെ അരമണിക്കൂറിന് മുമ്പ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അരമണിക്കൂർ ആകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ബോധം നഷ്ടപ്പെട്ട് കുഴഞ്ഞ് വീണുവെന്ന് വരും. കാരണം ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതും ആപത്താണ്. ഈ ഹ്യൂമൻ ഇൻസുലിൻസ് തന്നെ നമുക്ക് ഇതുപോലെയുള്ള പേനകളിൽ ലഭ്യമാണ്. ഇത് ഇൻസുമാൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ഇൻസുലിനാണ്. ഇത് 30/70 ആണ്. ഇത് 25/75 ആണ്. നമുക്ക് ഇൻസുലിൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള ചില റേഷ്യോസ് കാണും. 30/70, 25/75. ഇതിന്റെ അർത്ഥം ചെറിയ സംഖ്യ, അതായത് 25 എന്ന് പറയുന്ന ആ ശതമാനം ഇൻസുലിൻ പെട്ടെന്ന് രക്തത്തിൽ കടക്കുകയും 75% ഇൻസുലിൻ പതിയെ ഏകദേശം 12 മണിക്കൂറോളം എടുത്തിട്ടായിരിക്കും രക്തത്തിൽ കലരുന്നത്. അതുകൊണ്ട് ഇത്തരം ഇൻസുലിൻസ് മിക്കവാറും രോഗികൾക്ക് രാവിലെ ഒരു പ്രാവശ്യവും വൈകിട്ട് ഒരു പ്രാവശ്യവും വേണ്ടിവരും. 2 പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ മാത്രമേ 24 മണിക്കൂറും രക്തത്തിലെ പഞ്ചസാര ഒരുപോലെ നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഹ്യൂമൻ ഇൻസുലിൻസിന്റെ ഒരു ദോഷമായിട്ട് പറയപ്പെടുന്നത് അരമണിക്കൂറിന് മുൻപ് എടുക്കണം എന്നാണ്. അതായത് ആഹാരത്തിന് അരമണിക്കൂറിന് മുമ്പ്. ഇങ്ങനെയുള്ള ഒരു അസൗകര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ തരം അനലോഗ് ഇൻസുലിൻസ് വന്നിട്ടുള്ളത്. ഇതിന് വില വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു 3 ഇരട്ടി കൂടുതൽ വിലയാണ് അനലോഗ് ഇൻസുലിൻസിന്. ഈ അനലോഗ് ഇൻസുലിന്റെ പേര് ഇൻസുലിൻ അസ്പാർട്ട് എന്നാണ്, നോവോ റാപ്പിഡ്. ഈ ഇൻസുലിൻസിന്റെ ഗുണം നോവോ റാപ്പിഡ് ആഹാരത്തിന് തൊട്ട് മുൻപെടുക്കാം. അതുകൊണ്ട് ഇൻസുലിൻ എടുത്ത ശേഷം മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വന്നാൽ ഭക്ഷണം കഴിക്കാതെ വരികയും ഷുഗർ കുറയുന്ന ഒരവസ്ഥ വരികയും അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാകില്ല. അപകടരഹിതമായിട്ട് തന്നെ നമുക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എടുക്കാൻ സാധിക്കും. ഈ ഇൻസുലിന് നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 30/70 ഈ ഇൻസുലിനും കിട്ടും. അതിന്റെ പേര് നോവോ മിക്സ് എന്നാണ്. 30% അനലോഗ് ഇൻസുലിൻ പെട്ടെന്ന് രക്തത്തിൽ കടക്കുകയും 70% പതിയെ അകത്ത് പോവുകയും ചെയ്യുന്നു. ഇതിനും വില വളരെ കൂടുതലാണ്. പക്ഷെ സൗകര്യം എന്ന് പറയുന്നത് ആഹാരത്തിന് തൊട്ട് മുൻപെടുക്കാൻ സാധിക്കും. ഇനി ഒരു വേള പ്രമേഹത്തിന്റെ ഒരു ആരംഭ ദശയാണ് എങ്കിൽ ബേസൽ ഇൻസുലിൻ മാത്രം മതിയാവും. അതിന്റെ ഒരു ഉദാഹരണമാണ് ലെവിമർ. അതുപോലെ ലോകം മുഴുവൻ ഇപ്പോൾ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലാൻഡസ് എന്ന് പറയുന്ന ഇൻസുലിൻ. ഈ ലാൻഡസ് വിദേശ നിർമ്മിതമായിട്ടുള്ള മറ്റൊരു ഇൻസുലിനാണ്. ഈ ഇൻസുലിൻ്റെ ഒരു പ്രത്യേകത, പ്രമേഹ രോഗിക്ക് മറ്റ് ഔഷധങ്ങൾക്കോടൊപ്പം ഉപയോഗിക്കുമ്പോൾ ഈ ലാൻഡസ് ഇൻസുലിൻ നമുക്ക് ഒരു പ്രാവശ്യം മാത്രം എടുത്താൽ മതിയാവും. 24 മണിക്കൂറും ഇത് രക്തത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് കൂടുകയും കുറയുകയുമില്ല. ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ ഒരുപോലെ ഒരേ ലെവലിൽ 24 മണിക്കൂർ രക്തത്തിൽ പ്രവർത്തിക്കുന്നു. ഇതിനെ ഗ്ലാർജിൻ എന്നാണ് വിളിക്കുന്നത്. ലോകം മുഴുവൻ ഇത് കിട്ടുന്ന ഒരു ഇൻസുലിനാണ്. ഈ ഇൻസുലിൻ ആഹാരത്തിന് മുൻപ് വേണമെങ്കിലും എടുക്കാം, ആഹാരത്തിന് ശേഷം വേണമെങ്കിലും എടുക്കാം. ഈ ഇൻസുലിൻ എടുത്ത ശേഷം ആഹാരം കഴിച്ചില്ല എങ്കിൽ പെട്ടെന്ന് ബോധക്ഷയം വരികയോ കുഴഞ്ഞു വീഴുകയോ ഒന്നും സംഭവിക്കുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇൻസുലിനുകൾ ഉപയോഗിക്കുന്നതിന് ഇപ്പൊ സൗകര്യം കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ സാധാരണക്കാരന് പോലും താങ്ങാവുന്ന വിലയ്ക്ക് കിട്ടുന്ന ഇതുപോലുള്ള പേനകളുണ്ട്. ഈ പേനകളിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുമ്പോൾ പണ്ടുള്ളതുപോലെയുള്ള വേദനയൊട്ടും ഉണ്ടാകുന്നില്ല. നമുക്ക് സാധാരണ ഒരു പേന ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതുപോലെ പോക്കറ്റിൽ കുത്തുകയോ ഒരു ബാഗിലിടുകയോ ചെയ്ത് സഞ്ചരിക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാതെ തന്നെ ഇൻസുലിൻ കൊണ്ട് നടക്കുവാനും കഴിയുന്നു. പേനയ്ക്കുള്ള ഇൻസുലിൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തപ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഫ്രിഡ്ജിൽ നിന്നും ഇൻസുലിൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കരുത്. കാരണം തണുത്ത ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദന കൂടും. അതുകൊണ്ട് ഒരു 15-20 മിനിറ്റെങ്കിലും മുറിക്കുള്ളിൽ ഇതുപോലെ വച്ച ശേഷം അന്തരീക്ഷത്തിന്റെ താപനില ആയ ശേഷം വേണം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. അപ്പോൾ വേദനരഹിതമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിക്കും. നമുക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ പറ്റുന്ന അബദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമാണ്. ചില ഇഞ്ചക്ഷൻസ് അരമണിക്കൂറിന് മുമ്പ്, പുതിയ ഇഞ്ചക്ഷൻസ് ഭക്ഷണത്തിന് തൊട്ട് മുൻപ്, 1 മിനിറ്റിന് മുമ്പ് അല്ലെങ്കിൽ 5 മിനിറ്റിന് മുമ്പ്. അതുപോലെ തന്നെ ഇതോടൊപ്പം കഴിക്കേണ്ട ഗുളികകൾ അത് ആഹാരത്തിന് മുൻപാണോ ശേഷമാണോ അത് ആഹാരത്തിനോടൊപ്പമാണോ, ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക്
പ്രമേഹ ചികിത്സ പരിപൂർണ വിജയത്തിലെത്തിക്കുവാൻ കഴിയുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നു, ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്നു, ഒരിക്കലും ചികിത്സ വിജയിക്കുന്നുമില്ല. ഇൻസുലിൻ ഇഞ്ചക്ഷനുകളെ കുറിച്ച് തീർച്ചയായിട്ടും ഇനി ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അത്തരം സംശയങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ മേൽവിലാസം ഡോക്ടർ ജ്യോതിദേവ്സ് ഡയബറ്റിസ് സെന്റർ, മുടവൻ മുതൽ കൊങ്കളം റോഡ്, തിരുവനന്തപുരം 32. ടെലിഫോൺ നമ്പർ 0471235600. മൊബൈൽ നമ്പർ 9447040055. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.